ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്കായി നമുക്ക് മാറ്റിയെടുക്കും. നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾക്ക് ആ ഭയങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഏതാണ്ട് 30% ആളുകൾ ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരാണ്. വിവിധ തരത്തിലുള്ള രോഗങ്ങൾ. പണ്ട് ഒരു ഗുളിക പോലും കഴിക്കുന്ന ആളുകൾ വീട്ടിലുണ്ടാവില്ല. പക്ഷേ ഇത് ഒരു ഗുളികയെങ്കിലും കഴിക്കാത്ത ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി. ഇതൊക്കെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് നമ്മൾ പദ്ധതിയുടെ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ സൂചിപ്പിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. പ്രാഥമികമായി ഇവിടെ നമ്മുടെ ആസൂത്രണ സമിതി യോഗം ചേർന്നപ്പോൾ നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി. അതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ അവതരിപ്പിക്കാം. അതിൽ ഒന്നാമതായിട്ടുള്ളത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വെക്കാവുന്ന പ്രോജക്റ്റുകൾ. നമുക്ക് നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളിൽ 7 ഗ്രൂപ്പുകൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം ഉണ്ടായി. പുതിയ സംരംഭം എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപയാണ് അവർക്ക് പ്രോജക്ട് കോസ്റ്റായിട്ട് വരുന്നത്. 1.5 ലക്ഷം രൂപ സബ്സിഡിയാണ്. 40,000 രൂപ അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ തരപ്പെടുത്തി കൊടുക്കുക. 10,000 രൂപ മാത്രമാണ് ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ ഉണ്ടാകേണ്ടത്. എം പ്രസന്നൻ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ്, സജി അനിൽ, പ്രിയ ഷിനു, ജിജി, സി രതീഷ്, ബീന എൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.